A very good morning to one and all. Today we are discussing about administrative setups of cooperative departments in Kerala. Legal environment for cooperatives എന്ന പേപ്പറിൻ്റെ മൊഡ്യൂൾ നമ്പർ 4-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. So, the administrative setups of cooperative societies, cooperatives departments in Kerala. We know the Department of Cooperation is headed by the Registrar of Cooperative Societies. So each and every cooperative societies is under the Department of Cooperation, and the headquarters there are registrars of cooperative societies, which is assisted by 4 additional registrar of cooperative societies, 2 joint registrars, 1 law officer, 1 finance officer, and a research officer. So here in 4 additional registrar, one, that is the first additional registrar of cooperative societies, is in the charge of credit wing, and second additional registrar is in the charge of consumer wing, and the third additional registrar is in the charge of general administration and matters in respect of circle cooperative unions and publicity, and the fourth additional registrar is in the charge of cooperative information bureau and integrated cooperative development project respectively. അതായത് 4 അഡീഷണൽ രജിസ്ട്രാറാണ് നിലവിൽ ഉള്ളത്. ഇതിൽ ആദ്യത്തെ അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ് വിങ്ങിൻ്റെ ചാർജായിട്ടും, രണ്ടാമത്തെ അഡീഷണൽ രജിസ്ട്രാർ കൺസ്യൂമർ വിങ്ങിൻ്റെ ചാർജായിട്ടും, തേർഡ് അഡീഷണൽ രജിസ്ട്രാർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാറ്റർ ഇൻ റെസ്പെക്ട് ഓഫ് സർക്കിൾ കോപ്പറേറ്റ് യൂണിയൻ ആൻഡ് പബ്ലിസിറ്റിയുടെ ബേസിലും, ആൻഡ് ഫോർത്ത് അഡീഷണൽ രജിസ്ട്രാർ ഈസ് ഇൻ ദ ചാർജ് ഓഫ് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇതിൽ 2 ജോയിൻറ്റ് ഡയറക്ടറുകളാണ് ഹെഡ് ഓഫീസിലുള്ളത്. ഒരു ജോയിൻറ്റ് ഡയറക്ടർ ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ ആളുടെ ഒരു ചാർജ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും, മറ്റൊരു ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്, അതിൻ്റെ ചാർജും ആണുള്ളത്. ലോ ഓഫീസറും ഫിനാൻസ് ഓഫീസറും രജിസ്ട്രാറിൻ്റെ അഡ്വൈസിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ലീഗൽ മാറ്റേഴ്സൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് ലോ ഓഫീസറും ഫിനാൻഷ്യൽ ഓഫീസറും എല്ലാം തന്നെ. 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്. ഇതിൽ കൂടാതെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാറും 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റിസർച്ച് ഓഫീസറും വർക്ക് ചെയ്യുന്നുണ്ട്. അത് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഒരു എഡിറ്റർ, കംപ്രസ് റിലേഷൻ ഓഫീസർ, ഒരു PA, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയാം, ആ ഒരു പദവി എന്ന് പറയുന്നത്. 1 deputy registrar of cooperative societies is working as intermediately officer of ICDP section in the headquarters. ഹെഡ്ക്വാർട്ടേഴ്സിലെ ICDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും കൂടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫീസിൽ 24 സെക്ഷൻസാണുള്ളത്. അതിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് AEA എന്ന് പറയുന്നത്, സെക്കൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് BEB, തേർഡ് അക്കൗണ്ട്സ്, ഫോർത്ത് IT ഡിവിഷൻസ്, ഫിഫ്ത്ത് FinA ഫിനാൻസ് EA, സിക്സ്ത് FinB, 7 എംപ്ലോയീസ് മാറ്റർ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് EM എന്ന് പറയും. ദെൻ 8th വൺ ഈസ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, സെഷൻ 1 ആണ്. 9th വൺ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഇൻ സെക്ഷൻ 2, then HVMV, then consumers, then inspection cell, general, vigilance, publication and training, scheduled caste or scheduled tribe, credit loan terms, credit general, credit banking, credit primaries,
then integrated cooperative development project, planning and monitoring, statistics and cooperative information bureau. സോ ഇത്രയും ഹെഡ് ഓഫീസിലെ 24 സെഷൻസുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ, കുറച്ച് അധികം പോയിൻറ്റ്സുകൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ ദ മേജർ പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് ഇൻ ദിസ് റിഗാർഡ്, ഓക്കെ, ഇൻ ദിസ് ഏരിയ. ഫസ്റ്റ് വൺ ഈസ് സഹകരണ വേദി. So a cooperative information bureau is functioning at the head of work office, and a monthly publication, Saharna Vedi, is published regularly by bureau. Editor cum press relation officer leads the bureau. ഇപ്പോൾ ഹെഡ് ഓഫീസിൽ ഒരു കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ നിലവിലുണ്ട്. ഇതാണ് സഹകരണ വേദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇറ്റ്സ് മന്ത്ലി പബ്ലിക്കേഷൻ. അത് കൺട്രോൾ ചെയ്യുന്നത് എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസറാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് ഒരു സ്റ്റാഫായിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉണ്ടാവാറുണ്ട്. ദെൻ ഡയറക്ടറേറ്റ് ഓഫ് കോർപ്പറേറ്റ് ഓഡിറ്റ്. ഓഡിറ്റ് മുതലായ കാര്യങ്ങൾ ഡയറക്ടറേറ്റിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടറേറ്റ് ഓഫ് കോർപ്പറേറ്റ് ഓഡിറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഹെഡഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോർപ്പറേറ്റ് ഓഡിറ്റ്, ആൻഡ് ദ പേഴ്സൺ ഹു ഈസ് എൻ IAS ഓഫീസർ ഓർ IAS ഓഫീസർ ഈസ് എ ഡയറക്ടർ ഓഫ് കോർപ്പറേറ്റീവ് ഓഡിറ്റ്, and the director is assisted by one additional director, one joint director, one deputy director, one assistant director, and 7 auditors of cooperative societies. ഇത്രയും ആളുകൾ അടങ്ങുന്ന ഒരു ഹൈറാർക്കി നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. Then for in the case of any kind of misappropriation, corruption and any major irregularities in cooperative societies, a cooperative vigilance office is constituted, and it is headed by DIG of police, assisted by 3 DYSPs, 3 CIs and police constables. അപ്പോൾ ഒരു DIG ആണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ 3 DYSP ഉണ്ട്, 3 CIs ഉണ്ട്, 3 അതർ പോലീസ് ഓഫീസേഴ്സ് ഓർ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. ഇതിനെ 3 സോണൽ ഓഫീസേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ആലപ്പുഴയിലും തൃശ്ശൂരും കണ്ണൂരും. ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ ഈസ് ദ ചാർജ് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ നെക്സ്റ്റ് വൺ ഈസ്, ഒരു ജില്ലയിൽ തന്നെ 2 വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ജനറൽ ആൻഡ് ഓഡിറ്റ് വിങ് എന്ന് പറയും. സോ ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ വിഭാഗത്തിലെയും ഒരു ജോയിൻറ്റ് ഡയറക്ടർ ഓഡിറ്റ് വിഭാഗത്തിലാണ് ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത്. ഇത് താലൂക്ക് ലെവലിലാണെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഫോർ ജനറൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇസ് ഓൾസോ ഫങ്ഷനിങ്. One registrar of cooperative society is working as liaison officer attached to the joint registrar general, എറണാകുളം. ഒരു ലൈസൻ ഓഫീസറേയും കൂടെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദ എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് കോർട്ട് പോലെയുള്ള കാര്യങ്ങൾ, നിയമ നടപടികൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സർവീസ് ഓഫ് 9 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആർ റെൻഡേർഡ് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഫോർ വർക്കിംഗ് ആസ് പ്രിൻസിപ്പൽസ് ലെക്ചേഴ്സ് റെസ്പെക്റ്റീവ്ലി ഇൻ ദ 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് റൺ ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓൺ ഫ്രീ സർവീസ്. ഇപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഫ്രീ സർവീസിൽ 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ ട്രെയിനിങ് പർപ്പസ് ആയിരിക്കും. അപ്പോൾ ഇതിലൊരു പ്രിൻസിപ്പൽ ഉണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ സർവീസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു വിജിലൻസ് വിങ് തന്നെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓൾ ഓവർ ദ സ്റ്റേറ്റ് ഇൻസ്പെക്ഷൻ നടത്താനും അതുപോലെ തന്നെ അതിൽ പുറമേ ആയിട്ട് 2 ഡെപ്യൂട്ടി രജിസ്ട്രാർ അപ്പെക്സ് സെൻട്രൽ അർബൻ
ബാങ്കുകളുടെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ആർബിട്രേറ്റേഴ്സ് കൈകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റ് ട്രിബ്യൂണൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ട്രിബ്യൂണൽ ഈസ് അപ്പോയിൻറ്റഡ് ഫ്രം ജുഡീഷ്യൽ സർവീസ്. ഒരു ജഡ്ജായിരിക്കും, ഒരു ഡിസ്ട്രിക്റ്റ് ഓർ സെഷൻ ജഡ്ജിന് കുറയാത്ത റാങ്കുള്ള ഒരാളെ ആയിരിക്കും കോപ്പറേറ്റീവ് ട്രിബ്യൂണലായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും അതേപോലെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആർബിട്രേഷൻ കോർട്ട് നിലവിലുണ്ട്. അതിനൊരു പ്രൊസീഡിംഗ് ഓഫീസർ കൂടെ നിലവിലുണ്ട്. ഇനി കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ ആൻഡ് ഇറ്റ് ഈസ് ഫങ്ഷൻ അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ്, ദാറ്റ് ഈസ് ട്രിവാൻഡ്രത്താണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിലവിലുള്ളത്. Next one is delegation of powers. First of all, registrar of cooperative societies. ഇപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുന്നതാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ കീഴിൽ വരുന്ന ഒരു പവറാണ്. ഈ രജിസ്ട്രാർക്ക് 3 മേജർ പവറുകളാണുള്ളത്. 1 ബൈലോ തിരുത്താനുള്ള പവർ, 2 എലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള പവർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് കുറച്ച് ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക, കോപ്പറേറ്റീവ്സിന് ഓഡിറ്റ് ചെയ്യിപ്പിക്കുക, ലിക്വിഡേഷൻ, ഇൻസ്പെക്ഷൻ, സൂപ്പർവിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. രജിസ്ട്രാർ സാധാരണ രീതിയിൽ കുറേ അധികം ആളുകളുടെ ഒരു ഹെൽപ്പോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അപ്പം നമുക്കറിയാം അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, ജോയിൻറ്റ് രജിസ്ട്രാർ ഉണ്ട്, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഉണ്ട്. അങ്ങനെ കുറേ സബോർഡിനേറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. രജിസ്ട്രാർ എന്ത് പവറാണോ കൈമാറ്റം ചെയ്യുന്നത്, ഡെലിഗേറ്റ് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യാനുള്ള ആളുകളാണ് ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ജോയിൻറ്റ് രജിസ്ട്രാർ 2 രീതിയിലുണ്ട്. ഒന്ന് ജനറൽ ജോയിൻറ്റ് രജിസ്ട്രാറുണ്ട്, ഓഡിറ്റ് ജോയിൻറ്റ് രജിസ്ട്രാറുണ്ട്. ഓഡിറ്റ് രജിസ്ട്രാറും അല്ലെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാറും രജിസ്ട്രാർ എന്താണോ ഡെലിഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അധികാരത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ആളാണ് ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഉണ്ട്, അതേപോലെ തന്നെയാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്ന ആളുകളും ഉള്ളത്. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് എക്സിക്യൂട്ടഡ് ബൈ രജിസ്ട്രാർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ജനറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്പെക്ടേഴ്സിനെയാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് പൊതുവേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻസ്പെക്ഷൻ നടത്താനും അതുപോലെ തന്നെ ദേ വിൽ ബി അപ്പോയിൻറ്റഡ് ആസ് എ റിട്ടേണിംഗ് ഓഫീസർ ടു കണ്ടക്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സ് ഉണ്ട്. അത് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഓഡിറ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലർക്ക്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻസ്, അതുപോലെ ടൈപ്പിസ്റ്റ്, പിയൂൺ, ഇതെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്. Audit Section 63. So a registrar shall audit a person to be appointed, authorized by him or by general or special order. ഓരോ വർഷവും ഓരോ സൊസൈറ്റിയിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും രജിസ്ട്രാറിൻ്റെ ഒരു അനുവാദത്തോടു കൂടി ഒരാളെ അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓഡിറ്റ് എന്താണ് ചെയ്യുന്നത്? എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂസ്, അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും. ദെൻ സെക്യൂരിറ്റീസിനെ കുറിച്ചുള്ള ഒരു ധാരണയിലെത്തും. ദെൻ വാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സെട്ര. ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ ബേസിക്കലായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഓഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ആരെയാണോ നിലവിൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് അയാൾക്ക് കുറേ അധികം പവേഴ്സ് അവൈലബിൾ ആണ്. അതായത് അയാൾക്ക് ഓർഗനൈസേഷൻ്റെ അകത്തെ ബുക്സും റെക്കോർഡ്സും എല്ലാം തന്നെ അധികാരത്തിൽ വയ്ക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് തന്നെ വേറൊരാളെ അപ്പോയിൻ്റ് ചെയ്യാം. ഒരു ആളെ വിളിച്ചു വരുത്തിയിട്ട് ഇതൊക്കെയാണ് കമ്പനിയുടെ റെക്കോർഡ്സ്, ബുക്സ് അയാളെയും കൂടെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാളെ ഒരു ഇയാളുടെ തുണക്കാരനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പം എനി അതർ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ഓർ റെസ്പോൺസിബിൾ ഫോർ ദ കസ്റ്റഡി ഓർ എനി സച്ച് ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, അതർ റെക്കോർഡ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ്, other properties to produce same at any place at the headquarters of the society or branch thereof where there is no working office for a society. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയാണോ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ മെമ്പറായിട്ടോ അതുപോലെ തന്നെ പാസ്റ്റ് മെമ്പേഴ്സായിട്ടോ ഉള്ളത്, അവർ ഏത് സമയത്താണെങ്കിലും ഓഡിറ്റർ എന്താണോ ചോദിക്കുന്നത് അതിൻ്റെ റെക്കോർഡ്സോ അല്ലെങ്കിൽ ബുക്സോ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ എത്തിക്കാനുള്ളൊരു, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? ഒരു ഡെലിഗേറ്റിംഗ് പവർ ആർക്കുണ്ട്? ഓഡിറ്റർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ടൈമിൽ വെരിഫൈ ചെയ്യുക. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ വർഷവും എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് 3 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓഡിറ്റ് shall be commenced within 1 month from the date of receipt of the റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം, അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് 1 മാസത്തിനകം തന്നെ ഓഡിറ്റ് കമ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓഡിറ്റ് ഫീസൊക്കെ ഫിക്സ് ചെയ്യേണ്ടതാണ്. അത് എങ്ങനെയാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാണത് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫീസ് 30 ദിവസത്തിനകം അടയ്ക്കുക എന്നുള്ള നടപടികളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര ഫീസാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നും ആ ഫീസ്, അതായത് ഓഡിറ്റ് ഫീസ് എത്രയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നും അത് എത്ര സമയത്തിനുള്ളിൽ അധികാരികൾക്ക് കൈമാറേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് ആ കോപ്പറേറ്റീവ് ഓഡിറ്റ് റൂൾസ് പ്രകാരം തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ദെൻ ഇനി എന്തെങ്കിലും കാരണവശാൽ ഡിഫക്റ്റ് കാണിക്കുകയാണെങ്കിൽ ആ ഡിഫക്റ്റിന് ഒരു നോട്ടീസ് അംഗീകരിക്കുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഡിഫക്റ്റാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം അതിൻ്റെ ഇമ്മീഡിയറ്റ് ഫർദർ ആക്ഷനിലേക്ക് പോകേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊരു സ്പെസിഫിക് ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഓഡിറ്റ് റിപ്പോർട്ട് റൂൾ 64P. അപ്പം ഓഡിറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഓഡിറ്റർ ഷുഡ് സബ്മിറ്റ് an audit memorandum in the form specified by the director of cooperative audit. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്ത് ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ അക്കൗണ്ട്സ്, ഒരു പീരീഡ് വരെയുള്ള ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്തത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഓഡിറ്റ് മെമ്മോറണ്ടം, എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെമ്മോറണ്ടം സബ്മിറ്റ് ചെയ്യണം. അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് സ്പെഷ്യൽ കേസ്, അതായത് ബാലൻസ് ഷീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ, ഒരു പർട്ടിക്കുലർ പീരീഡിനകത്തുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതെല്ലാം കവർ ചെയ്തിരിക്കണം. ആ പീരീഡ് എത്രയാണെന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. എന്താണ് ഓഡിറ്റ് മെമ്മോറണ്ടം? ഈ ഓഡിറ്റ് മെമ്മോറണ്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ഓർ ഇൻഫർമേഷൻ ഓർ എക്സ്പ്ലനേഷൻ വിച്ച് ഈസ് ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ് വേർ നെസസറി ഫോർ ദ പർപ്പസ് ഓഫ് ഹിസ് ഓഡിറ്റ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ലോ അല്ലെങ്കിൽ ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ മാനദണ്ഡങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണ്, അതെല്ലാം ഇതിനകത്ത് ഓഡിറ്റ് മെമ്മോറണ്ടത്തിൽ പറയണം. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ക്രിപ്പൻസിയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സുകളോ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ഓഡിറ്റ് മെമ്മോറണ്ടത്തിൽ മെൻഷൻ ചെയ്യേണ്ടതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓഡിറ്റ് മെമ്മോറണ്ടം
കണ്ടെയ്ൻസ് കുറച്ച് ഷെഡ്യൂൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് എല്ലാ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഡിസ്ക്രീപ്പൻസി അപ്പിയർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും സം ഓഫ് മണി അത് ബ്രോട്ട് ഔട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിരിക്കണം. അതിന് മെറ്റീരിയൽ ഇംപ്രോപ്പർട്ടി, ഇറഗുലാരിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ അതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു മണി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, സൊസൈറ്റി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ മാറ്റേഴ്സ് സ്പെസിഫൈഡ് ബൈ ദ രജിസ്ട്രാർ ഇതെല്ലാം കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ സൊസൈറ്റി ഷാൾ പബ്ലിഷ് ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, കോപ്പി ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്തിരിക്കണം നോട്ടീസ് ബോർഡിനകത്ത്. ആ നോട്ടീസ് ബോർഡിനകത്ത് എന്താണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇത് ഡ്യൂലി സൈൻഡ് ബൈ ഡയറക്ടറേറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അത് വ്യക്തമായിട്ട് നോട്ടീസ് ബോർഡിൽ പതിച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫ് ദ ഇയർ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ്, എത്ര റിസിപ്റ്റ് ഇൻകം ഉണ്ടായിട്ടുണ്ട്, എത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോട്ടീസ് ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോട്ടീസ് ബോർഡിൽ കാണിച്ചിരിക്കണം, അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കണം. അതുപോലെ ബാലൻസ് ഷീറ്റ്, ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്ന കണ്ടൻറ്റുകളെല്ലാം തന്നെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് എന്താണ് ഇത് പ്രോപ്പർലി ഈ സബ്മിറ്റ് ചെയ്യണം. ഡയറക്ടേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിന് അതിൻ്റെ ഫുൾ അധികാരത്തോടു കൂടി തന്നെ അത് സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം തന്നെ ഓഡിറ്റ് മെമ്മോറണ്ടം പോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് മെമ്മോറണ്ടം പോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ബിലോ റാങ്കിലുള്ള ഒരാളെ കൊണ്ട് ഈ ഒരു അയാളായിരിക്കും ഈ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ ഓർ ഓഫീസർ ഫ്രം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് റാങ്കിൽ കുറയാതെ ഒരു ആളായിരിക്കണം ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഓഫീസറായിട്ട് അപ്പോയിൻ്റ് ഡെപ്യൂട്ടി ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ, റൂൾ നമ്പർ 64A. അപ്പോൾ നോർമലി നിങ്ങൾക്കറിയാം ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, അതോടൊപ്പം തന്നെ ഒരു ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഓർ ജൂനിയർ കോഓപ്പറേറ്റീവ് diploma in junior diploma in corporation or higher diploma in corporation and business management. It is conducted by the board of examination of state cooperative union or national council for cooperative training NCCT. അല്ലെങ്കിൽ graduation or post graduation in commerce in specialization with corporation or diploma in cooperative audit or BSc corporation ബാങ്കിങ് ഡിഗ്രി ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ഡയറക്ടറേറ്റ് ഓഫ് കോർപ്പറേറ്റ് ഓഡിറ്റ്, കോർപ്പറേറ്റ് ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം ക്വാളിഫിക്കേഷൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ is not applicable to the existing employees of cooperative department who has experience in audit or inspection of cooperative society. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷനോ ചെയ്യാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനോട് അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അറിയാലോ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മീൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഡെഫിനേഷൻ ഡിഫൈൻഡ് ഇൻ ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 എന്നാണ് പറയുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് 2 years ഓഫ് ഓഡിറ്റിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഷാൾ ഹാവ് വർക്കിംഗ് നോളജ് ഇൻ മലയാളം ലാംഗ്വേജ്. ദെൻ ഓഡിറ്റിംഗ് ഫേം, ദ ഫേം a firm or
of more than one chartered accountant within the meaning of chartered accountant. അതിനെയാണ് ഓഡിറ്റിംഗ് ഫേം എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു റിട്ടയറിങ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഓഫീസറിനെയും നമുക്ക് എന്തായിട്ട് ആളുടെ സർവീസും കൂടെ പരിഗണിക്കാം എന്ന് പറയുന്നു ഈ ഓഡിറ്ററായിട്ട്. അതായത് ഇയാൾക്ക് കുറേ അധികം വർഷം, മോർ ദാൻ 5 years ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് മിനിമം. അപ്പോൾ അയാളെയും ഒരു ഓഡിറ്ററായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നു. അപ്പോൾ റിട്ടയർഡ് ഹാൻഡ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആസ് പെർ കേരള സർവീസ് റൂൾസ് പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രകാരമുള്ള എന്താ പറയുക ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ആളെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരാളെ സ്പെഷ്യലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തെന്നായാലും ഓഡിറ്റർ 30 ദിവസത്തിനകം തന്നെ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ്. അതാണ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, റൂൾ 64. അപ്പോൾ എന്താണ് ഓഡിറ്റ് ഫീസ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100 രൂപയ്ക്ക് 50 പൈസ എന്നുള്ള നിരക്കിലായിരുന്നു. ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ദ സെയിൽസ് ഓർ ഗ്രോസ് ഇൻകം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. എൻ്റെ ഓഡിറ്റ് ഫീസ് ഷാൾ നോട്ട് എക്സീഡ് ₹1 lakh എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സൊസൈറ്റി എങ്ങനെയാണ് ഓഡിറ്റ് ഫീസ് കളക്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ടേബിളർ ഫോമാറ്റിലാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൈമറി കോഓപ്പറേറ്റീവ്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റി, ഹൗസിംഗ് മോർഗേജ് ബാങ്കൊക്കെ ആണെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയർ അണ്ടർ ദ ഓഡിറ്റ്, ഇതാണ് പരിഗണിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സൊസൈറ്റി ഹാവിങ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റി ആണെങ്കിൽ ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ കൂടുതൽ, അതായത് വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീഡ്, 2 ക്രൈറ്റീരിയ എടുക്കും. അതിലേറ്റവും ഹയർ ആയിട്ടുള്ള വാല്യൂവിനെയാണ് ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ സൊസൈറ്റി ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കൊയർ സൊസൈറ്റി, കയർ സൊസൈറ്റി ഒഴികെയുള്ള ബാക്കി സൊസൈറ്റി ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് ഓൺ സെയിൽസ് പ്രൊസീഡ് ആയിരിക്കും. അതേപോലെ തന്നെ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഓൺ പ്രൊസീഡ്സ് ഓഫ് കൊയർ സോൾഡ്, എത്ര വിൽക്കുന്നു ആസ് എ ഓണർ ആസ് വെൽ ആസ് ഓൺ ദ കമ്മീഷൻ റിയലൈസ്ഡ്, എത്ര കമ്മീഷൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് ഓൺ ഗുഡ്സ് സോൾഡ്, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഹയർ ചാർജസിനെ ബേസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നത്. മറ്റ് സർവീസ് സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അതിന് ഓൺ ഗ്രോസ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ടാക്സൊക്കെ കൊടുത്ത ശേഷമുള്ള ഇൻകത്തിനെ ബേസ് ചെയ്തായിരിക്കും ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ഇനി ഈ ഓഡിറ്റ് ഫീ എക്സെംപ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് ഉണ്ട്, അത് വിശദമാക്കുന്നു ഈ ഒരു സ്ലൈഡിൽ. അതായത് ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മെജോറിറ്റി മെമ്പേഴ്സും ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ST കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് ഓഡിറ്റ് ഫീ കളക്ട് ചെയ്യുന്നില്ല, അവർ എക്സെംപ്റ്റ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ എല്ലാ ഫാമിംഗ് സൊസൈറ്റീസും, അതുപോലെ തന്നെ ഓൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് and any society or group of societies which has its own accounts audited as its own expense, സ്വന്തം എക്സ്പെൻസ് വെച്ചിട്ട് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന എല്ലാ സൊസൈറ്റികളും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റികളും ഇതിൽ ഉൾപ്പെടാത്തതാണ്. അതേപോലെ തന്നെ 1 year എക്സ്പീരിയൻസ് ഉള്ള സൊസൈറ്റി, 1 yearൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള സൊസൈറ്റികൾ, അതുപോലെ തന്നെ വീവേഴ്സ് സൊസൈറ്റികൾ, കോപ്പറേറ്റീവ് കൊയർ സൊസൈറ്റീസുകൾ, പ്രൈമറി സൊസൈറ്റികൾ, ഇറ്റ്സ് ഹാഡ് കംപ്ലീറ്റഡ് ദ 6th കോപ്പറേറ്റീവ് ഇയർ ആഫ്റ്റർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കമൻസ് ചെയ്ത ശേഷം 6 വർഷം തികയാത്ത അല്ലെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് ചെയ്ത
ഫിഷർമാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സൊസൈറ്റികളാണ് എങ്കിൽ അതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിരിക്കും. എനി ക്രെഡിറ്റ് സൊസൈറ്റി the working capital of which does not exceed rupees 2000 and any other societies that the sale of gross income of which does not exceed rupees 10,000. ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്നത് എക്സെപ്റ്റ് ചെയ്തിരിക്കും. ഇനി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ പകുതി ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്തിരിക്കും ആസ് പെർ സെക്ഷൻ 3A. നെക്സ്റ്റ് വൺ ഈസ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം മീൻസ് ദ പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ഓഡിറ്റർ ഒരു പ്രോഗ്രാം എത്ര ടൈമിനുള്ളിൽ അത് അലോട്ട് ചെയ്യും, എത്ര ഡീറ്റെയിൽഡ് ഐറ്റം ഓഫ് വർക്ക് എന്താണ് എന്ന് അസിസ്റ്റൻസിനെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വർക്ക് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് എക്സാക്റ്റ് റെക്കോർഡാണ്. ഡീറ്റെയിൽഡ് വർക്ക്സ് ടു ബി പെർഫോംഡ് ബൈ ദ ഓഡിറ്റർ ആൻഡ് ഹിസ് അസിസ്റ്റൻസ്. അതാണ് ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. Next one is vouching. So vouching means the documentation. അല്ലെങ്കിൽ it's describe that the examination of documents. ഏത് ഡോക്യുമെൻറ്റ്സ് എങ്ങനെ വെരിഫൈ ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് സപ്പോർട്ട് ചെയ്യുന്ന വേരിയസ് ഫോളോ ചെയ്യുന്ന വേരിയസ് ഇൻറ്റേർണൽ കൺട്രോൾ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിന് ഒരു അക്കൗണ്ട്സിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റർ has to examine various kind of documents, receipts, vouchers, bills, invoices, statement of accounts, minutes, etc. By on the basis of the voucher that the ഒരു is part of audit work ആണ്. അതായത് ഒരു എന്താ പറയുക, ഒരു ഓതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് റെസിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് റെസിപ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ഇംപ്രോപ്പറിറ്റി ഇല്ലാത്ത ഇരിക്കാൻ വേണ്ടിയിട്ട് പണം ഇടപാടുകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പേയ്മെൻറ്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ നോ ഫ്രോഡുലൻ്റ് ഓർ അൺഓതറൈസ്ഡ് പേയ്മെൻറ്റ് ഓർഗനൈസേഷനകത്ത് ഇല്ല എന്ന് ഉറപ്പ് വരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഉള്ള പ്രോപ്പറായിട്ടുള്ള വൗച്ചിങ് സിസ്റ്റം ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഓഡിറ്റിൻ്റെ കൺക്ലൂഷൻ ടൈമിൽ ഓഡിറ്റർ ഒരു അവാർഡ് സൊസൈറ്റിക്ക് ഒരു ചെറിയൊരു അവാർഡ് എന്നുള്ള രീതിയിൽ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഏത് ക്ലാസ്സുകളാണ്, അതായത് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ദ ക്ലാസിഫിക്കേഷൻസ് ആർ ABCD. എ എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്, ബി എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി, സി എന്ന് പറയുന്നത് പുവർ, ഡി എന്ന് പറയുന്നത് വെരി ബാഡ്. അങ്ങനെ ഒരു ഫിക്സേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഡിഗ്രി ഓഫ് സക്സസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഓഡിറ്റ് മസ്റ്റ് ബി കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് ഓഡിറ്റ് പ്രാക്ടീസ് ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ. സോ അവാർഡ് ചെയ്യുന്നത് താഴെ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ്. ഫസ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് മൾട്ടിപർപ്പസ് ആൻഡ് സർവീസ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, forest laborers societies, cooperative sugar factories, cooperative spinning mills, apex and primary land development banks, district central cooperative bank, urban cooperative bank, urban credit societies, salary earners cooperative societies. So ഇത്രയും cooperative societiesനാണ് ക്ലാസ്സസ് ഓഫ് സൊസൈറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ബ്രോഡ് പ്രിൻസിപ്പിൾ. സോ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഓഡിറ്റ് ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു ക്രൈറ്റീരിയ ബേസ്ഡ് എന്തൊക്കെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഓഡിറ്റ് വർക്കിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്. സോ ദർ ആർ സർട്ടൻ ഇൻസ്ട്രക്ഷൻ ടു ബി ഇഷ്യൂഡ്. എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഗ്രേഡ് അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് അവാർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് കോർപ്പറേറ്റ് വൈറ്റലിറ്റി കോപ്പറേറ്റീവ് ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, ദെൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ദെൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സ്റ്റാഫ്, ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ, ദെൻ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഒബ്ജെക്ഷൻസ്.
സോ ഇത്രയും പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ്റെ അകത്ത് ക്ലാസ്സസ് ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റീനെ ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫിക്കേഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എ ബി കാറ്റഗറി വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറയാവുന്നതാണ്. സോ ദീസ് ആർ ദ ബ്രോഡ് പ്രിൻസിപ്പിൾസ് for audit classifications, which is awarded based on the working of the society. Thank you.